ഹരേ കൃഷ്ണ. ഹനുമാൻ്റെ അമ്മ അഞ്ജനയ്ക്ക് കിട്ടിയ ശാപമോക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ഭാഗം പറഞ്ഞു നിർത്തിയത് എൻ്റെ മകനെയും പിരിഞ്ഞു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നാണ് അഞ്ജന പറഞ്ഞത്. ആ ഭാഗത്തിൻ്റെ ബാക്കിയാണ് പറയുവാൻ പോകുന്നത്. അഞ്ജനെ, നീ എന്നെ വിട്ടുപോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇത് വീരകേസരി, അതായത് അഞ്ജനയുടെ ഭർത്താവ് പറയുകയാണ്. ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ അഞ്ജന പറഞ്ഞു, നാഥ, വിധിയെ തടുക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. അങ്ങ് തടഞ്ഞാലും എനിക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. മകനെ, നീയും എന്നോട് ക്ഷമിക്കുക. ഈ പാപിയായ അമ്മയ്ക്ക് വിട തരൂ മകനെ. അമ്മേ, അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ. അമ്മ സമാധാനമായി പോകുക. ഇത് കേട്ട് വായുദേവൻ പറഞ്ഞു, അഞ്ജനെ, ഹനുമാനെക്കുറിച്ചോർത്തു നിനക്ക് ദുഃഖമേ വേണ്ട. നിൻ്റെ മകന് കൂട്ടായി ഞങ്ങളുണ്ട്. അവനെ നിധി സൂക്ഷിക്കും പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വായു ഭഗവാൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ദുഃഖിച്ച വാനരവീരൻ ആഞ്ജനേയനോട് പറഞ്ഞു, അഞ്ജനെ, നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. നിന്നോടൊപ്പം ഞാനും വരുന്നു. കേസരി പൊട്ടിക്കരഞ്ഞു. തൻ്റെ പതിയുടെ ദുഃഖം കണ്ട അഞ്ജന ബൃഹസ്പതിയെ ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിച്ചു. പിന്നെ കണ്ണുകൾ തുറന്ന് മകനെ ആശ്ലേഷിച്ചു. അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. പുത്രനെ വായു ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് കേസരിയോട് പറഞ്ഞു, നാഥ, അങ്ങയെ പിരിയാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങ് എന്നെ സ്പർശിക്കുക. അഞ്ജനയുടെ ഉപദേശം ശ്രവിച്ച കേസരി അപ്രകാരം ചെയ്തു. തക്ഷണം അവർ ഉയർന്നു പൊങ്ങി ക്രമേണ രണ്ട് പ്രകാശഗോളങ്ങളായി മാറി. വായു ഭഗവാനും ഹനുമാനും ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വാനരരായ ഹനുമാൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ സ്നേഹമാണ്. ഹരേ കൃഷ്ണ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.